തൃശൂർ സ്വദേശിയായ രത്നത്തിന്റെ ജീവിതം രണ്ടാമത്തെ വയസ്സിൽ തന്നെ വലിയ വെല്ലുവിളി നേരിട്ട് തുടങ്ങിയതാണ്. പോളിയോ ബാധിച്ചതിനെ തുടർന്ന് ഇടതുകാലിന് സ്വാധീനം നഷ്ടപ്പെട്ടു. ജീവിതം പരിമിതികളിൽ ഒതുങ്ങേണ്ട അവസ്ഥയിലായിട്ടും അതിനെ അതിജീവിച്ച് രത്നം അസാധാരണമായ ധൈര്യത്തിന്റെ യാത്ര ആരംഭിച്ചു. 1972 SSLC പാസ്സായ രത്നം പിന്നീട് ശ്രീ കേരളവർമ്മ കോളേജിൽ നിന്ന് ബോട്ടണിയിൽ ബിരുദം നേടി. BEd പഠനകാലത്ത് നടക്കുന്നത് പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു. തന്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ രത്നം തയ്യാറായില്ല. പരിശ്രമങ്ങൾക്ക് ഫലം കണ്ടത് 45-ാം വയസ്സിൽ ചേർപ്പിലെ ഒരു സർക്കാർ സ്കൂളിൽ അധ്യാപികയായി നിയമനം ലഭിച്ചതോടെ. 2011 ഭിന്നശേഷിക്കാരായ ജീവനക്കാരുടെ വിഭാഗത്തിൽ മികച്ച സർക്കാർ ജീവനക്കാരിയായി കേരള സർക്കാർ ആദരിച്ചു. ഇപ്പോൾ 69-ാം വയസ്സിലും രത്നം ആത്മവിശ്വാസവും പോസിറ്റിവിറ്റിയും നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. നടക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും വീട്ടിലെ 4 ചുവരുകൾക്കുള്ളിൽ ജീവിതം ഒതുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ 15 വർഷമായി ചോക്ലേറ്റ്, സാമ്പാർ പൊടി, ചട്നിപ്പൊടി, അച്ചാർ, സോപ്പ് തുടങ്ങി വീട്ടിൽ തയ്യാറാക്കുന്ന പല ഉത്പന്നങ്ങളും നിർമ്മിച്ച് ചെറിയ ഹോം ബ്രാൻഡിലൂടെ വിൽപ്പന നടത്തി വരുമാനം കണ്ടെത്തുകയാണ് രത്നം ടീച്ചർ. ഇതോടൊപ്പം കസ്റ്റമൈസ്ഡ് ആലവട്ടം പോലുള്ള അലങ്കാര വസ്തുക്കളും മറ്റ് ഹോം ഡെക്കർ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നു. സമയം ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ശ്രമമായി തുടങ്ങിയ ഈ പ്രവർത്തനം പിന്നീട് പലർക്കും പ്രചോദനമായി മാറി. എന്നാൽ ഈ വനിതാ ദിനത്തിൽ രത്നം ടീച്ചറെ വേറിട്ട് നിർത്തുന്നത് മറ്റൊരു പ്രവൃത്തിയാണ്. സ്തനാർബുദം ബാധിച്ച് സ്തനങ്ങൾ നീക്കം ചെയ്ത സ്ത്രീകൾക്കായി പ്രോസ്റ്റേറ്റ് നോക്കേഴ്സ് അഥവാ നൂൽ കൊണ്ടുള്ള കൃത്രിമ സ്തനങ്ങൾ ഉണ്ടാക്കി നൽകുന്ന ഒരു സംരംഭം കൂടി രത്നം ടീച്ചർ തുടക്കം കുറിച്ചു. ഒരിക്കൽ അമല ആശുപത്രിയിലെ ഡോക്ടർമാർ സ്തനാർബുദം ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്തനം നീക്കം ചെയ്ത സ്ത്രീകൾക്കായി നോക്കേഴ്സ് തയ്യാറാക്കണമെന്ന് രത്നത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് പ്രകാരമാണ് തന്റെ നെയ്ത്ത് കഴിവ് ഉപയോഗിച്ച് അവർ നിർമ്മിച്ച മൃദുവായ പ്രോസ്റ്റേറ്റ് വസ്തുക്കൾ നിരവധി രോഗികൾക്ക് ആശ്വാസമായത് കണ്ടാണ് ഇത്തരത്തിലുള്ള നോക്കേഴ്സിന്റെ നിർമ്മാണം സ്ഥിരമാക്കിയത്. തന്റെ മകൾ കുഞ്ഞായിരുന്നപ്പോൾ നൂലുകൾ കൊണ്ട് കുഞ്ഞുടുപ്പുകൾ നെയ്തു നൽകിയ പരിചയമാണ് നോക്കേഴ്സ് നിർമ്മിക്കാനുള്ള അടിസ്ഥാന അറിവായത്. ഇപ്പോൾ നിരവധി ക്യാൻസർ അതിജീവിതന്മാരാണ് തങ്ങളുടെ ആത്മവിശ്വാസത്തോടെ ജീവിക്കാനുള്ള ആഗ്രഹവുമായി രത്നം ടീച്ചറുടെ സഹായം തേടിയെത്തുന്നത്. സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി 2014 കാലിക്കറ്റ് സർവകലാശാലയുടെ ഗോൾഡൻ മദർ അവാർഡും രത്നം ടീച്ചറെ തേടിയെത്തി. ഇപ്പോൾ ടീച്ചർ തന്റെ സമയം കൂടുതലായി ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനാണ് ചെലവഴിക്കുന്നത്. പരിമിതികൾ പലതുണ്ടെങ്കിലും അവയിൽ തളരാതെ ഓരോ തവണയും കൂടുതൽ ശക്തിയായി എഴുന്നേറ്റ് മുന്നോട്ട് പോകുന്നതാണ് തന്റെ വിജയമെന്ന് രത്നം ടീച്ചർ ചിരിച്ചുകൊണ്ട് പറയുന്നു. ഞാനോ മറ്റുള്ളവരെ സഹായം അഭ്യർത്ഥിച്ച് കഴിയുന്ന ഒരാളാണ്. അങ്ങനെയുള്ള എനിക്ക് മറ്റുള്ളവരെ, അതും ഇതുപോലൊരു അവസ്ഥയിലുള്ള ആളുകളെ അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ. എന്നാലും വന്നാൽ അവരെ എനിക്ക് സഹായിക്കാൻ കഴിയുന്നുണ്ടല്ലോ, അതിൽ അവർ സംതൃപ്തരാണെന്നും കൂടെ അറിയുമ്പോൾ എനിക്ക് ഏറെ സന്തോഷമാണ്. ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നാറില്ല. അപ്പോൾ അത് സന്തോഷമാണ്. അവരത് റിവ്യൂസ് പറയുമ്പോൾ ഞാനൊരു ബോക്സിലിട്ടിട്ടാണ് അയച്ചു കൊടുക്കുക. അയക്കുമ്പോൾ കുറച്ചും കൂടെ പഞ്ഞി ഞാൻ കൂടെ വയ്ക്കും. കാരണം അവർക്കിത് തുറക്കാനുള്ള സംവിധാനം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. തുറന്നിട്ട് അവർക്ക് കുറച്ചും കൂടി പഞ്ഞി നിറയ്ക്കണമെങ്കിൽ നിറയ്ക്കാം, അല്ല റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യുകയും ചെയ്യാം, അവരുടെ അവസ്ഥ അനുസരിച്ചിട്ട്. സീ മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.